കാട്ടാന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് അതിരപ്പിള്ളിയിൽ നാളെ ജനകീയ ഹർത്താൽ. കാട്ടാനയുടെ ആക്രമണത്തിൽ 2 ദിവസത്തിനിടയിൽ 3 പേർ മരിച്ച സാഹചര്യത്തിലാണ് ജനകീയ ഹർത്താൽ. വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് വനമന്ത്രി പറയുന്നതല്ലാതെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മലയോരവാസികളുടെ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നും VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കീ എന്ന OTT പ്ലാറ്റ്ഫോമിന് പിന്നാലെ KV കണക്ട് എന്ന കസ്റ്റമർ പ്ലാനുമായി ജനകീയത ഊട്ടിയുറപ്പിച്ച് മുന്നേറുന്ന കേരള വിഷന്റെ സ്റ്റാൾ തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ പ്രദർശനം ആരംഭിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കാട്ടാന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് അതിരപ്പിള്ളിയിൽ നാളെ ജനകീയ ഹർത്താൽ. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. കാട്ടാനയുടെ ആക്രമണത്തിൽ 2 ദിവസത്തിനിടയിൽ 3 പേർ മരിച്ച സാഹചര്യത്തിലാണ് ജനകീയ ഹർത്താൽ. കാട്ടാന ആക്രമണത്തിന് സ്ഥിരപരിഹാരം ആവശ്യമാണെന്ന് പഞ്ചായത്ത് വ്യക്തമാക്കി. ഹർത്താലിന് എല്ലാ രാഷ്ട്രീയ കക്ഷികളും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ 2 ആദിവാസികൾ ഇന്നലെ രാത്രി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. വാഴച്ചാൽ കാടർ ഉന്നതിയിലെ സതീഷും അംബികയുമാണ് കൊല്ലപ്പെട്ടത്. തേൻ ശേഖരിക്കാൻ കാട്ടിൽ പോയ സംഘം കാട്ടാനക്കൂട്ടത്തിന് മുന്നിൽ പെടുകയായിരുന്നു. ഒരാഴ്ച മുൻപാണ് സതീശൻ, ഭാര്യ രമ, രമയുടെ ചേച്ചി അംബിക, ഭർത്താവ് രവി എന്നിവർ തേൻ ശേഖരിക്കാൻ കാട്ടിൽ പോയത്. അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന് മുകൾ ഭാഗത്ത് വനത്തിൽ വഞ്ചിക്കടവിൽ കുടിൽ കെട്ടി താമസിക്കുകയായിരുന്നു ഇവർ. ഇന്നലെ രാത്രിയാണ് ആക്രമണം ഉണ്ടായത്. കാട്ടാനക്കൂട്ടം പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു എന്നാണ് വിവരം. ഇവർക്ക് പുറമെ ബന്ധുക്കളായ രമ, രവി എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. കാട്ടാന ആക്രമിക്കാൻ എത്തിയപ്പോൾ 4 പേരും ചിതറിയോടി. അംബികയുടെ മൃതദേഹം പുഴയിൽ നിന്നും സതീഷിൻ്റേത് പാറപ്പുറത്തു നിന്നുമാണ് കണ്ടെത്തിയത്. സതീഷിനെ കാട്ടാന തുമ്പിക്കൈ കൊണ്ട് അടിച്ചു വീഴ്ത്തുകയായിരുന്നെന്ന് പോലീസ് പറയുന്നു. പുഴയിൽ ചാടിയ രമയും രവിയും സുരക്ഷിതരാണ്. മതപ്പാടിലുള്ള മഞ്ഞക്കൊമ്പൻ എന്ന ആനയാണ് ആക്രമിച്ചതെന്നാണ് വിവരം. തേൻ ശേഖരിക്കാൻ പോയ ആദിവാസി യുവാവ് മലക്കപ്പാറ അടിച്ചിൽ തൊട്ടി ആദിവാസി ഉന്നതിയിലെ സെബാസ്റ്റ്യൻ കാട്ടാന ആക്രമണത്തിൽ ഞായറാഴ്ച മരിച്ചിരുന്നു. രാത്രി സുഹൃത്തുക്കൾക്കൊപ്പം വനത്തിൽ തേൻ ശേഖരിക്കാൻ പോയപ്പോഴായിരുന്നു സംഭവം. കാട്ടാനക്കൂട്ടത്തിന് മുന്നിൽപ്പെട്ട സെബാസ്റ്റ്യനെ കാട്ടാനക്കൂട്ടം ആക്രമിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ യുവാവ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. പ്രദേശത്ത് നിരന്തരം കാട്ടാന ആക്രമണവും മരണങ്ങളും ഉണ്ടായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും ശാശ്വതമായ പരിഹാരമൊന്നും ഉണ്ടാകുന്നില്ല. ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി ജനകീയ ഹർത്താൽ നടത്തുന്നത്. അതേസമയം അതിരപ്പിള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച സതീഷിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. ആനയുടെ ചവിട്ടേറ്റ് സതീഷിന്റെ വാരിയെല്ലുകൾ തകർന്നു. ശ്വാസകോശത്തിലും കരളിലും വാരിയെല്ലുകൾ തുളച്ചു കയറി. രക്തം വാർന്നാണ് മരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മീഡിയ ടൈം, ചാലക്കുടി. വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് വനമന്ത്രി പറയുന്നതല്ലാതെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി ചെയ്യാനോ ജീവിക്കാനോ പറ്റാത്ത അവസ്ഥയാണ് മലയോരവാസികൾക്ക്. ഇവരുടെ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവും, തീരുമാനങ്ങളുണ്ടാവും, നടപടികളുണ്ടാവും എന്ന് പറയുന്നതാണ് വനം വകുപ്പ് മന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ മരിച്ചു, ഇന്ന് 2 പേര് മരിച്ചു. ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ശല്യമുള്ള സ്ഥലങ്ങൾ, ഏറ്റവും വലിയ പ്രോൺ ഏരിയ ഇതുവരെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പോലുമില്ല. ഏറ്റവും കൂടുതൽ ആനശല്യമുള്ള സ്ഥലങ്ങൾ പ്രത്യേകമായി ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ പ്രത്യേക സ്ക്വാഡിനെ ഏർപ്പാടാക്കി ഈ വന്യമൃഗങ്ങളുടെ മൂവ്മെൻറ്റ്സ് ശ്രദ്ധിച്ച് അവിടെയുള്ള സാധാരണക്കാരെ അത് അറിയിച്ച് മുന്നറിയിപ്പ് കൊടുത്ത് ഈ ഇറങ്ങുന്ന മൃഗങ്ങളെ തിരിച്ചു ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത്. അത് ചെയ്യാമെന്നാണ് നിയമസഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾക്ക് നൽകിയ ഉറപ്പ്. പക്ഷേ ഇതുവരെ ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. കഴിഞ്ഞ 5-6 കൊല്ലമായി 1000-ലധികം പേരാണ് ഇങ്ങനെ കൊല്ലപ്പെടുന്നത് കേരളത്തിൽ. കീ എന്ന OTT പ്ലാറ്റ്ഫോമിന് പിന്നാലെ KV കണക്ട് എന്ന കസ്റ്റമർ പ്ലാനുമായി ജനകീയത ഊട്ടിയുറപ്പിച്ച് മുന്നേറുന്ന കേരള വിഷന്റെ സ്റ്റാൾ തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ പ്രദർശനം ആരംഭിച്ചു. കേരള വിഷൻ സേവനങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ മുൻ വർഷങ്ങളിലെന്ന പോലെ ഈ വർഷവും സ്റ്റാൾ സജ്ജമാക്കിയിരിക്കുന്നത്. മേയർ MK വർഗീസ് സ്റ്റാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. KCCL MD PP സുരേഷ് കുമാർ, KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ KV രാജൻ, തൃശൂർ കേരള വിഷൻ ചെയർമാൻ KC ജോൺസൺ, MD T ജയപ്രകാശ്,
ഡയറക്ടർമാരായ VI സിജോ, PP ഓംപ്രകാശ്, P ഗോപകുമാർ, CO ബിജു, ജിജോ ജോസഫ്, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം CA ബൈജു, ജില്ലാ ട്രഷറർ CG ജോസ് എന്നിവർ പങ്കെടുത്തു. കോർപ്പറേറ്റ് ഭീമന്മാരെ പോലും പിന്നിലാക്കി കേരളത്തിൽ പതിറ്റാണ്ടുകളായി ഡിജിറ്റൽ കേബിൾ TV ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ ലഭ്യമാക്കുന്ന കേരള വിഷൻ സംസ്ഥാനത്തെ നമ്പർ 1 സർവീസ് പ്രൊവൈഡറാണ്. സൗജന്യ OTT പ്ലാറ്റ്ഫോമായ കീക്ക് പുറമെ KV കണക്റ്റിലൂടെ കുറഞ്ഞ നിരക്കിൽ കൂടുതൽ സേവനങ്ങൾ ഉറപ്പുവരുത്തുകയാണ് കേരള വിഷൻ. കേരളത്തിലെ പ്രാദേശിക കേബിൾ TV ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയായ കേരള വിഷൻ ഇന്ന് രാജ്യത്ത് ഡിജിറ്റൽ രംഗത്ത് 5ാമത്തെ സ്ഥാനവും അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡ് രംഗത്ത് 6ാം സ്ഥാനവും എത്തിയിരിക്കുകയാണ്. കേരളത്തിനകത്ത് 1ാം സ്ഥാനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നമുക്കറിയാം കേരള വിഷൻ പോലെ പ്രസ്ഥാനം ഇന്ത്യക്കകത്ത് തന്നെ മാതൃകാപരമായ പ്രവർത്തനമുള്ള ഒരേ ഒരു സംസ്ഥാനം കേരളത്തിലാണ്. മറ്റുള്ളതൊക്കെ തന്നെ കോർപ്പറേറ്റ് കമ്പനികളുടെ കയ്യിലായി കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത കാലത്ത് ജിയോ തന്നെയാണ് ഇപ്പോൾ ഡിസ്നി ഹോട്ട്സ്റ്റാറൊക്കെ മെർജ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ ഫെബ്രുവരി 14 മുതൽ ജിയോ ഹോട്ട്സ്റ്റാർ എന്നുള്ള രീതിയിൽ OTT ആപ്പും മെർജ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള ഈ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിലും കേരള വിഷനെ പോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി ഏറി വരികയാണ്. ഏറ്റവും ചുരുങ്ങിയ നിരക്കിൽ കേബിൾ TVയും ഇൻ്റർനെറ്റും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനം ഇന്ന് ഇപ്പോൾ തൃശ്ശൂർ എക്സിബിഷനിൽ നമ്മൾ കാലങ്ങളായിട്ട് തന്നെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഇവിടെ സ്റ്റാള് ഉണ്ടാവാറുണ്ട്. ഇത്തവണ ഒന്നുകൂടി വിപുലീകരിച്ചുകൊണ്ട് നമ്മുടെ പുതിയ പദ്ധതിയായ KV കണക്റ്റ് എന്ന് പറയുന്ന പദ്ധതി നമുക്കറിയാവുന്ന കേരളത്തിനകത്തുള്ള ഏകദേശം 12 ലക്ഷം ബ്രോഡ്ബാൻഡ് വരിക്കാരുള്ള സ്ഥാപനമാണ് കേരള വിഷൻ. അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ കണക്ഷനുകളൊക്കെ ഉള്ള നമ്മുടെ വീടുകളിലാണ് നമ്മൾ പ്രധാനമായിട്ട് FTTH കണക്ടിവിറ്റി കൊടുക്കുന്നത്. ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഓരോ ഉപഭോക്താവിനും കേരളത്തിലുള്ള ഞങ്ങളുടെ 6000-7000 വരുന്ന ഓപ്പറേറ്റർമാരുടെ ഹോട്ട്സ്പോട്ടിലൂടെ ഇനി വരുന്ന ആളുകളിൽ അവർക്ക് സീംലെസ് ആയിട്ട് അവരുടെ യഥാർത്ഥ കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് ഒരു OTP വഴി അവർക്ക് ബ്രൗസിംഗ് സ്വായത്തമാക്കാവുന്ന ഒരു പദ്ധതിയായിട്ടാണ് KV കണക്റ്റ് വിഭാവനം ചെയ്യുന്നത്. മികച്ച ഇന്റർനെറ്റ് കേബിൾ TV സേവനങ്ങളിലൂടെ ഉപഭോക്താക്കളുടെ വിശ്വാസം ആർജിച്ച കേരള വിഷന്റെ പങ്കാളിത്തത്തോടെയാണ് സംസ്ഥാന സർക്കാർ K-ഫോൺ പദ്ധതി നടപ്പാക്കുന്നത്. മീഡിയ ടൈം തൃശൂർ. ഇനി മറ്റു വാർത്തകളിലേക്ക്. സാമൂഹിക മാധ്യമങ്ങൾ വളർന്നു വന്നതോടെ പത്രപ്രവർത്തന രംഗം പ്രതിസന്ധികളെ നേരിടുന്നുണ്ടെന്ന് കേരള ഗവൺമെന്റ് ചീഫ് വിപ്പ് പ്രൊഫസർ N ജയരാജ് ചാലക്കുടി പ്രസ് ക്ലബ് സ്മൃതി സംഗമവും പുരസ്കാര വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക പത്രപ്രവർത്തകർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്താനുള്ള ബില്ല് നിയമസഭയിൽ കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രസ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK സിദ്ദിഖ് അധ്യക്ഷനായി. ബെന്നി ബെഹനാൻ MP, സനീഷ് കുമാർ ജോസഫ് MLA എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ, നഗരസഭ പ്രതിപക്ഷ ലീഡർ CS സുരേഷ്, മുനിസിപ്പൽ കൗൺസിലർ VJ ജോജി, KV ജയൻ, CK പോൾ, II അബ്ദുൾ മജീദ്, ഫാദർ വർഗീസ് പാത്താടൻ എന്നിവർ സംസാരിച്ചു. മികച്ച സാമൂഹിക പ്രവർത്തകനുള്ള KK ചന്ദ്രസേനൻ പുരസ്കാരം പരിസ്ഥിതി പ്രവർത്തകൻ SP രവിക്കും, AP തോമസ് ദൃശ്യപ്രതിഭ പുരസ്കാരം സുനി നീലത്തിനും, ജില്ലയിലെ മികച്ച പ്രാദേശിക പത്രപ്രവർത്തകനുള്ള PN കൃഷ്ണൻ നായർ പുരസ്കാരം EP രാജീവിനും സമ്മാനിച്ചു. മാളക്കുളത്തിന് സമീപം കാറും ഗുഡ്സ് ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മാളക്കുളത്തിന് സമീപമായിരുന്നു സംഭവം. മാള ഭാഗത്തു നിന്നും വരികയായിരുന്ന കാർ നിയന്ത്രണം തെറ്റി എതിരെ വരികയായിരുന്ന ഗുഡ്സ് ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ 2 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കാറിൽ നിന്നും ഓയിൽ റോഡിലേക്ക് ചോർന്നു. ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി ഓയിൽ നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു. വേളുക്കരയിലെ ബാറിൽ വെച്ച് ബാർ ജീവനക്കാരനെ ആക്രമിക്കുകയും ബാറിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്ത 2 സഹോദരങ്ങളെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. പരിയാരം കുറ്റിക്കാട് കോട്ടയ്ക്ക് വീട്ടിൽ ലിജോ, സഹോദരൻ ലിൻഡോ എന്നിവരെയാണ് ചാലക്കുടി പോലീസ് പിടികൂടിയത്. വേളുക്കരയിൽ പ്രവർത്തിക്കുന്ന വിക്ടോറിയ ബാറിൽ 13-നാണ് വൈകിട്ട് ബാറിലെ ജീവനക്കാരനായ കോട്ടയം സ്വദേശി കോട്ടയം വെള്ളാവൂർ കടിയേരിക്കാട് കരിമനിൽ വീട്ടിൽ ജയകുമാർ എന്നയാളെ മദ്യപിച്ചുകൊണ്ടിരുന്ന ടേബിളിലേക്ക് ടച്ചിങ്സ് കൊണ്ടുകൊടുക്കാത്ത കാരണം പറഞ്ഞ് ആക്രമിക്കുകയും അടുക്കളയിൽ അതിക്രമിച്ച് കയറി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി മദ്യക്കുപ്പികളും സോഡ കുപ്പികളും ബാറിന്റെ ഗ്ലാസും തല്ലി തകർത്ത് 80,000 രൂപയുടെ നഷ്ടം വരുത്തിയ കേസിലാണ് ലിജോ, ലിൻഡോ എന്നിവരെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ലിൻഡോയ്ക്കെതിരെ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ പോക്സോ കേസ് നിലവിലുണ്ട്. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK സജീവ്, സബ് ഇൻസ്പെക്ടർമാരായ ഋഷി പ്രസാദ്, സിജു മോൻ, ജോഫി ജോസ്, ASI GB, സിവിൽ പോലീസ് ഓഫീസർമാരായ ആൻസൺ പൗലോസ്, സോനു അരുൺകുമാർ
എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ഫാസിസ്റ്റ് കാലത്തെ അംബേദ്കർ ചിന്തകൾ എന്ന പ്രമേയത്തിൽ SDPI ജില്ലാ കമ്മിറ്റി കൊടുങ്ങല്ലൂരിൽ സായാഹ്ന സംഗമം സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ വടക്കേനാടയിൽ നടന്ന പരിപാടി സംസ്ഥാന ജനറൽ സെക്രട്ടറി KK അബ്ദുൽ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു. മനുഷ്യാവകാശ പ്രവർത്തകൻ കുട്ടപ്പൻ യഹിയ മദിലാംകുന്ന്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MK മനാഫ്, കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് അജ്മൽ എടവിലങ്ങ് എന്നിവർ സംസാരിച്ചു. വെള്ളാങ്കല്ലൂർ വടക്കുംകര മഹലിലെ 3 മദ്രസകളിലും പ്രവേശനോത്സവം നടന്നു. ഖത്തീബ് അബ്ദുറഹ്മാൻ ബാഗവി ഉദ്ഘാടനം നിർവഹിച്ചു. മഹൽ പ്രസിഡന്റ് അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു. അയൂബ്, സ്വദർ ബഷീർ ഉസ്താദ്, മഹൽ വൈസ് പ്രസിഡന്റ് തോപ്പിൽ ബഷീർ, മഹൽ മദ്രസ മറ്റ് കമ്മിറ്റി പ്രതിനിധികൾ, രക്ഷിതാക്കൾ, ഉസ്താദുമാർ, മദ്രസ വിദ്യാർത്ഥികൾ എന്നിവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. വർഷങ്ങളായി മദ്രസ വിദ്യാർത്ഥികൾക്കുള്ള പാഠപുസ്തകങ്ങൾ സ്പോൺസർ ചെയ്തുവരുന്ന മർഹൂം ഇബ്രാഹിം ഹാജി കുടുംബത്തിനു വേണ്ടി മുഹമ്മദ് ഷരീഫ് പാഠപുസ്തകങ്ങളുടെ വിതരണ ഉദ്ഘാടനം ചെയ്തു. സി മദ്രസയിൽ സ്വദർ അല്ലിം സിദ്ദിഖ് ഫൈസി ഉദ്ഘാടനം നിർവഹിച്ചു. മദ്രസ ചെയർമാൻ ഹുസൈൻ ഹാജി അധ്യക്ഷത വഹിച്ചു. അഷ്ടമിച്ചിറ വിശ്വകർമ്മ സമാജം ഓഫീസ് മന്ദിരം പുനരുദ്ധാരണ ഫണ്ട് സമാഹരണത്തിന്റെ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് നടന്നു. മാള പോലീസ് സബ് ഇൻസ്പെക്ടർ ഉദ്ഘാടനം ചെയ്തു. സമാജം പ്രസിഡന്റ് PV അയ്യപ്പൻ അധ്യക്ഷത വഹിച്ചു. കൈവായ്പ വാങ്ങിച്ചാണ് നമ്മൾ മുന്നോട്ട് പോയത്. അല്ലാതെ നമ്മൾക്ക് എടുക്കുന്ന ഡെപ്പോസിറ്റ് 1 ലക്ഷം രൂപയോടെ നമ്മുടെ ഡെപ്പോസിറ്റ് എടുക്കുന്നത് 2 ഡിവിഷനിലായിട്ട് 1 രൂപ പോലും നമ്മൾ നിമിഷം വരെ പിൻവലിച്ചിട്ടില്ല. അതിന്റെ പലിശ വാങ്ങിച്ചിട്ടില്ല. ഒക്കെ നമ്മുടെ സമാജത്തിലേക്ക് മുതൽക്കൂട്ടായിട്ട് കിടക്കുകയാണ്. പലരും പറഞ്ഞു നടന്നത് സമാജത്തിന്റെ പൈസകൾ എടുത്ത് തോർത്തടിക്കണം എന്ന് പറയുന്നത്. ഇന്ന് നിമിഷം വരെ ഞാൻ കയറിയിട്ട് 6 വർഷം പ്രസിഡന്റ്, 6ാമത്തെ വർഷം പ്രസിഡന്റും 3 വർഷം സെക്രട്ടറിയായിട്ട് വർക്ക് ചെയ്ത ആളാണ്. CG സന്തോഷ്, KM പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. വിശ്വകർമ്മജർ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. ലഹരിക്കെതിരെ കൈകോർക്കം എന്ന മുദ്രാവാക്യവുമായി E.T. ടൈസൺ MLA നേതൃത്വത്തിൽ രൂപീകരിച്ച ജനകീയ സമിതിയുടെ മണ്ഡലതല അവലോകന യോഗം ചേർന്നു. മണ്ഡലത്തിലെ മുഴുവൻ ജനപ്രതിനിധികൾ, സർക്കാർ സംവിധാനങ്ങൾ, രാഷ്ട്രീയ, സാമൂഹിക, കലാ, കായിക സംഘടനകൾ, വിമുക്തി, യോദ്ധാവ്, സ്നേഹത്തോൺ പദ്ധതികളുടെ സംഘാടകർ എന്നിവരെയെല്ലാം ഒരു കുടക്കീഴിൽ സംയോജിപ്പിച്ച ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചത്. ഓരോ ഗ്രാമപഞ്ചായത്തിലും ലഹരിക്കെതിരെ നടത്തിയ ക്യാമ്പയിനുകളുടെ പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തി. ഓരോ ക്യാമ്പുകൾക്കും നല്ല പ്രതികരണമാണ് കിട്ടുന്നതെന്നും നാട്ടിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ അഭിപ്രായപ്പെട്ടു. വാർഡ് തലത്തിലെ ബോധവൽക്കരണ പരിപാടികൾ കൂടുതൽ ജനകീയത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാനും യോഗത്തിൽ തീരുമാനമായി. യോഗത്തിൽ E.T. ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KP രാജൻ, MS മോഹനൻ, സീനത്ത് ബഷീർ, വിനീത മോഹൻദാസ്, ശോഭന രവി, TK ചന്ദ്രബാബു, മതിലകം പോലീസ് ഇൻസ്പെക്ടർ MK ഷാജി, എക്സൈസ് CI ബാലസുബ്രഹ്മണ്യൻ, മെഡിക്കൽ ഓഫീസർ സാനു, M പരമേശ്വരൻ, കൊടുങ്ങല്ലൂർ AEO മൊയ്തീൻകുട്ടി, ലഹരി വിരുദ്ധ സമിതി ജനറൽ കൺവീനർ TS സജീവൻ, PR ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള കോൺഗ്രസ് നേതാവായിരുന്ന KM മാണിയുടെ 6ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാലിയേറ്റീവ് രംഗത്ത് 10 വർഷത്തെ സേവനത്തിന് ശേഷം സ്ഥലം മാറിപ്പോകുന്ന ആൽഫ പാലിയേറ്റീവ് കെയർ ചാലക്കുടി ലിങ്ക് സെന്ററിലെ നഴ്സുമാരായ ജിമോൾ ജോർജ്, സിനി ജോസ് എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. മുനിസിപ്പൽ കൗൺസിലർമാരായ VJ ജോജി, TD എലിസബത്ത്, കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പോളി ഡേവിസ്, ജില്ലാ സെക്രട്ടറി പോളി റാഫേൽ, ജോസ് ചിറ്റാപ്പിള്ളി, ഉഷ സുധാകരൻ, CV ജോസ്, ML കൊച്ചപ്പൻ എന്നിവർ സംസാരിച്ചു. തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് കൊടിയേറി. ഏപ്രിൽ 22 വരെയാണ് ഉത്സവാഘോഷം. എല്ലാ ദിവസവും പതിവ് ക്ഷേത്ര ചടങ്ങുകൾ, നാരായണീയ പാരായണം, വൈകിട്ട് ദീപാരാധന, വിവിധ ക്ഷേത്ര കലകൾ എന്നിവ നടക്കും. 18-ന് ഉത്സവ ബലി ദർശനം, 21-ന് 7 ഗജവീരന്മാർ അണിനിരക്കുന്ന ശ്രീബലി എഴുന്നള്ളിപ്പ്, വൈകിട്ട് പകൽപൂരം, കുടമാറ്റം, 22-ന് വൈകിട്ട് കൊടിയിറക്കൽ, ആറാട്ടിന് എഴുന്നള്ളിപ്പ്, രാത്രി പഞ്ചവാദ്യം എന്നിവയാണ് മറ്റ് പ്രധാന ആഘോഷ ചടങ്ങുകൾ. പ്രധാന വാർത്തകൾ വീണ്ടും. കാട്ടാനാക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് അതിരപ്പിള്ളിയിൽ നാളെ ജനകീയ ഹർത്താൽ. കാട്ടാനയുടെ ആക്രമണത്തിൽ 2 ദിവസത്തിനിടയിൽ 3 പേർ മരിച്ച സാഹചര്യത്തിലാണ് ജനകീയ ഹർത്താൽ.
വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് വനമന്ത്രി പറയുന്നതല്ലാതെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മലയോരവാസികളുടെ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നും VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കീ എന്ന OTT പ്ലാറ്റ്ഫോമിന് പിന്നാലെ KV കണക്ട് എന്ന കസ്റ്റമർ പ്ലാനുമായി ജനകീയത ഊട്ടിയുറപ്പിച്ച് മുന്നേറുന്ന കേരള വിഷന്റെ സ്റ്റാൾ തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ പ്രദർശനം ആരംഭിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.